മധ്യസ്ഥനാകാൻ യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം മനുഷ്യൻ എന്താണെന്നും ദൈവം എന്താണെന്നും രണ്ടും കൂടെ ഒന്നിച്ചായിരുന്നു യേശു. നമ്മളെപ്പോലെ തന്നെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു, എങ്കിലും താൻ പാപം ചെയ്തില്ല. യേശു ആണ് മധ്യസ്ഥൻ രക്ഷിക്കപ്പെടുന്നവർക്ക്. രക്ഷിക്കപ്പെട്ട ശേഷം പിന്നെ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. നിരപ്പായി പിതാവാം ദൈവത്തോട്. മധ്യസ്ഥൻ എന്തിനു വേണ്ടിയാണ്? നിരപ്പാര രണ്ട് പിണങ്ങിയവർ തമ്മിൽ ഇടയ്ക്കൊരു മധ്യസ്ഥനാക്കോ? അത് കഴിഞ്ഞാൽ പിന്നെ മധ്യസ്ഥന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ യേശുവിന്റെ റോൾ മാറി. പിന്നെ യേശു മധ്യസ്ഥനല്ല, പിതാവിന്റെ വലത്ത് ഭാഗത്ത്. നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം വായിച്ചാൽ മതി. 8-ാം അധ്യായത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്ക് പക്ഷപാതം ചെയ്തു, ഇന്റർസീഡ്. പിതാവിന്റെ അടുക്കൽ ധൈര്യത്തോടെ ചെല്ലാൻ ഈ നാമത്തിന്റെ കെയർ ഓഫിൽ നടക്കും. നമുക്ക് വേണ്ടി മധ്യസ്ഥ അണിക്കുന്നു എന്നല്ല വചനം. ഹി ഇന്റർസീഡ്സ് ഫോർ us. ഇന്റർസീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.